വീണ്ടും ഗ്രീൻസ് തിയറത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് യൂസിങ് ഗ്രീൻസ് തിയറം ഇവാലുവേറ്റ് ദ ലൈൻ ഇന്റഗ്രൽ, ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. വേറെ സീരീസ് രണ്ട് റീജിയൻ പറയുന്നുണ്ട്. അപ്പൊ രണ്ടായിട്ട് ചെയ്യണം. രണ്ട് റീജിയൻ എ പാർട്ട് എന്താണ് y = √x, y = x², ഓറിയന്റഡ് കൗണ്ടർ ക്ലോക്ക് വൈസ്, അത് ഒരെണ്ണം. സെക്കൻഡ് പാർട്ടാണ് x = 0, y = 0, x + y = 1. അപ്പൊ രണ്ടിനും രണ്ട് ഫിഗറാണ്. അപ്പൊ രണ്ടും രണ്ടായിട്ട് തന്നെ ചെയ്യണം. നമുക്ക് ആദ്യം എ പാർട്ട് ചെയ്യാം. ബി പാർട്ട് ഇവിടെ വേണ്ട, നമ്മൾ എ പാർട്ട് ചെയ്യാണ്. എ പാർട്ട് പറയുന്നത് എന്താണ്? നമ്മുടെ റീജിയൻ വരയ്ക്കണം, ഒരു ഫിഗർ വരയ്ക്കണ്ടേ. y = √x. എന്താണ് y = √x എന്ന് പറഞ്ഞാൽ? y² = x എന്നാണ്. അടുത്ത് y = x² എന്ന് പറയുന്നുണ്ട്. അപ്പൊ രണ്ട് ഫിഗർ അല്ല, രണ്ട് കർവ് വരുന്നുണ്ട്. ഒരു ഫിഗർ വരച്ച് എങ്ങനെ വരും? ഇതാ എക്സ് ആക്സിസ്, വൈ ആക്സിസ്. y = x² എന്ന് പറഞ്ഞാൽ എന്താണ്? y = x² എന്ന് പറഞ്ഞാൽ വൈയിലോട്ട് ഇരിക്കുന്ന ഒരു പരാബോളയാണ്. y = x² എന്ന് പറയുമ്പോഴത്തേക്ക് വൈയിലോട്ടിരിക്കുന്ന ഒരു പരാബോളയാണ്. കണ്ടോ, ഇത് കറക്റ്റ് ഇവിടെ മുട്ടണം. വൈയിലോട്ടിരിക്കുന്ന ഒരു പരാബോളയാണ് y = x². അടുത്ത് x = y² എന്ന് പറയുമ്പോൾ എക്സിലോട്ട് തിരിഞ്ഞിരിക്കുന്ന പരാബോളയാണ്. 0, 0 വന്നിട്ട് എക്സിലോട്ട് തിരിഞ്ഞിരിക്കുന്ന പരാബോളയാണ് x = y². അപ്പൊ ഇത് രണ്ടും കൂടെ ബൗണ്ട് ചെയ്യുന്ന റീജിയനാണ് നമ്മുടെ റിക്വയർഡ് റീജിയൻ. ഈ ഭാഗമാണ് വരുന്നത്. കണ്ടോ, ഇത് രണ്ടും കൂടെ മുട്ടുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. മുട്ടുന്ന പോയിന്റ് എന്താണ്? x = y² ആണ്, x = y² ആണ്, y = x² ആണ്. രണ്ടും കൂടെ സോൾവ് ചെയ്യണം. രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ ആ പോയിന്റ് കിട്ടും. അതായത് x = y². y² എന്ന് പറഞ്ഞാൽ x² സ്ക്വയർ. അപ്പൊ x⁴. ഒരു x വെട്ടിക്കളഞ്ഞാൽ 1 = x³ അപ്പൊ x എത്ര? 1 ആണ്. അങ്ങനെയാണെങ്കിൽ y 1 തന്നെയാണ്. അപ്പൊ ആ പോയിന്റ് 1, 1 ആണ്. ഇത് ഒറിജിൻ 0, 0. നമുക്കിവിടെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇന്റഗ്രൽ ഓവർ c pdx + qdy എന്ന് പറയുന്നത് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ c f.dr ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ r ∂q/∂x മൈനസ് ∂p/∂y dA. നമുക്ക് ഈ പാർട്ട് ചെയ്യാം. അതായത് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് ചെയ്യണം. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദിസ്. ഇതാണ് ഗ്രീൻസ് തിയറം പറയുന്നത്. ആദ്യം ഇത് കണ്ടുപിടിച്ച് നോക്കണം. അടുത്ത് ഈ വാല്യൂ കണ്ടുപിടിച്ച് നോക്കണം. രണ്ടും സെയിം ആണെന്ന് പറയണം. അത് ആദ്യം ചെയ്ത് നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇതാണ് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെന്ന് പറയുന്നത്. കൗണ്ടർ ക്ലോക്ക് വൈസ് പറയുമ്പോൾ എന്താണ്? ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ്, അതായത് പോസിറ്റീവ്ലി ഓറിയന്റഡ് ആണ്. അപ്പൊ അതായത് ഈ 0, 0 നിന്നും 1, 1 പോയിട്ട് തിരിച്ചു വരെയാണ്. 1, 1 0, 0 കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സെക്കൻഡ് പാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് പാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇതാണ് ചെയ്യാനുള്ളത്. അവിടുന്ന് പി എന്താണ്? പി എന്ന് പറയുന്നത് dx കൂടെ വരുന്ന 3x² - 8y². q എന്താണ്? dy കൂടെ വരുന്ന 4y - 6xy. ഇനി ഇവിടുന്ന് ∂p/∂y എന്ത് വരും? -16y. ∂q/∂x എന്താണ്? വിത്ത് റെസ്പെക്ട് x എടുക്കുമ്പോഴത്തേക്ക് -6y. അപ്പോൾ ∂q/∂x - ∂p/∂y എന്താണ്? ∂p/∂y എടുക്കുമ്പോൾ എന്ത് വരും? -6y നിന്ന് -16y, അതായത് 10y എന്ന് കിട്ടും. ഞാൻ പാർട്ട് ചെയ്ത് നോക്കാം. ഡബിൾ ഇന്റഗ്രൽ ഓവർ r ∂q/∂x മൈനസ് ∂p/∂y dA എന്ന് പറഞ്ഞാൽ എന്താണ്? dy/dx. dA എന്ന് പറയുന്നത് dy/dx ആണ്. അതായത് ഡബിൾ ഇന്റഗ്രൽ ഇതെന്ത് വരും? 10y dy/dx. നമുക്കൊരു സ്ട്രിപ്പ് വരയ്ക്കണം. ലിമിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആ റീജിയനകത്ത് ഒരു സ്ട്രിപ്പ് വരയ്ക്കണം. ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് വരച്ചു. അപ്പൊ x ഏതോട്ട് വേരി ചെയ്യും? x 0 മുതൽ 1 വരെ ഇങ്ങനെ വേരി ചെയ്യും. x 0 മുതൽ 1 വരെയാണ്. x ഫിക്സഡ് ആണ്. x 0 മുതൽ 1 വരെ വേരി ചെയ്യും. y ആണെങ്കിലോ ആ സ്ട്രിപ്പിന്റെ രണ്ടറ്റമാണ്. ആ സ്ട്രിപ്പിന്റെ രണ്ടറ്റവും ഇവിടുത്തെ y x² ആണ്. അവിടുത്തെ y എന്താണ്? അവിടുത്തെ y √x ആണ്. അപ്പോൾ y വേരീസ് ഫ്രം x² to √x ആണ്. ഇവിടുത്തെ y x² ആണ്. അവിടുത്തെ y √x ആണ്. അപ്പൊ x² to √x എന്ന് കിട്ടി. ഔട്ടർ ലിമിറ്റ് കോൺസ്റ്റന്റ്, ഇന്നർ ലിമിറ്റ് വേരിയബിൾ x² to √x. ഇനി ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. 10 വെളിയിലാക്കാം. ഇന്റഗ്രൽ 0 to 1. ആദ്യം y ചെയ്യുമ്പോഴത്തേക്ക് y²/2 ലിമിറ്റ് x² to √x, പിന്നെ ഒരു dx കൂടെ. ആ ലിമിറ്റ് 10/2 വരുമ്പോൾ 5. ഇന്റഗ്രൽ 0 to 1 അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ √x സ്ക്വയർ x, അടുത്ത് x² സ്ക്വയർ x⁴ dx. അപ്പൊ എന്താണ്? എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു 5 വെളിയിലുണ്ട്. എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ
എക്സ് സ്ക്വയർ ബൈ 2 എക്സ് റൈസ് ടു 4ന് എക്സ് റൈസ് ടു 5 ബൈ 5 ലിമിറ്റ് 0 to 1 ആണ്. ഇത് കൊടുക്കുമ്പോൾ എന്ത് വരും? 5 ഇൻറ്റു 1/2 മൈനസ് 1/5 ആണ്. അപ്പോൾ എന്ത് വരും? 5 ഇൻറ്റു ഇവിടെ 10 വരും. ഇവിടെ എന്ത് വരും? 5 മൈനസ് 2 3. അപ്പോൾ എന്താണ്? 3/2 എന്ന് കിട്ടും ആൻസർ. കണ്ടോ? അപ്പോൾ ഗ്രീൻസ് തിയറം യൂസ് ചെയ്ത് നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് 3/2 എന്ന് കിട്ടി. ഇനി എന്താണ്? ലൈൻ ഇന്റഗ്രൽ യൂസ് ചെയ്ത് ഈ പാർട്ടും കൂടെ ചെയ്യണം. അത് രണ്ടും സെയിം ആണെന്ന് പറയണം. അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി വേണ്ട എന്താണ്? നമ്മുടെ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിച്ച് നോക്കാം. ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് എന്താണ്? ലൈൻ ഇന്റഗ്രൽ. ആദ്യം ആ y ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ പോർഷൻ കണ്ടോ? y ഈക്വൽ ടു എക്സ് സ്ക്വയർ നമുക്കൊരു പേര് കൊടുക്കാം. പേര് കൊടുക്കണമെങ്കിൽ ഇത് ഒറിജിൻ ഒ, ഇത് എ, അതായിരിക്കും നല്ലത്. അപ്പോൾ എന്ത് വരും? ഇന്റഗ്രൽ ഒ എയും പിന്നെ തിരിച്ച് എ ഒയും. പേര് പ്രശ്നമാണ്, പേര് വേണ്ട. കാരണം 2 പോയിന്റ് അല്ലേ ഉള്ളൂ, പേര് വേണ്ട. അല്ല എന്ത് വരും? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യം ഈ കർവിന്റെ പോർഷൻ y ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ പോർഷൻ. അപ്പോൾ ഇന്റഗ്രൽ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എഫ് ഡോട്ട് ഡി ആർ ലൈൻ ഇന്റഗ്രൽ ആണ്. പ്ലസ് അടുത്തെന്താണ്? തിരിച്ച് മറ്റേ കർവിന്റെ പോർഷൻ. മറ്റേ കർവ് എന്താണ്? എക്സ് ഈക്വൽ ടു വൈ സ്ക്വയറിന്റെ പോർഷൻ. മറ്റേ കർവ് എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ എഫ് ഡോട്ട് ഡി ആർ. ഇത് രണ്ടും പ്രത്യേകം കണ്ടുപിടിച്ച് നോക്കാം. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ കിട്ടിയ 3/2 തന്നെ കിട്ടും. നോക്കാം. ഇതാണ് റീജിയൻ വരുന്നത്. ഇത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. y ഈക്വൽ ടു എക്സ് സ്ക്വയറിലുള്ള വർക്ക് ഡണ്ണും തിരിച്ചെന്താണ്? എക്സ് ഈക്വൽ ടു വൈ സ്ക്വയറിലുള്ള വർക്ക് ഡണ്ണും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. അതായത് ഇന്റഗ്രൽ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എഫ് ഡോട്ട് ഡി ആർ എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവിടെ ഉണ്ട്. ഇന്റഗ്രൽ 3x സ്ക്വയർ മൈനസ് 8y സ്ക്വയർ dx പ്ലസ് 4y മൈനസ് 6xy dy. ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ്. അപ്പം dy എന്താണ്? ഡെറിവേറ്റീവ് dy എന്താണ്? 2x dx ആണ്. ഇവിടെ കാണുന്ന y എല്ലാം എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം, dy എല്ലാം 2x dx എന്ന് കൊടുക്കാം. അപ്പൊ എന്ത് വരും? y എല്ലാം എക്സ് സ്ക്വയർ. അപ്പൊ 3x സ്ക്വയർ മൈനസ് 8x റൈസ് ടു 4 dx പ്ലസ് 4 y എക്സ് സ്ക്വയർ 6x ഇൻറ്റു y എക്സ് സ്ക്വയർ. അപ്പൊ 6x ക്യൂബ് ഇൻറ്റു dy പകരം 2x dx. കണ്ടോ? ഇത്രയും മാറ്റി കൊടുത്തപ്പോൾ എക്സും dx മാത്രമേ ഉള്ളൂ. എന്താണ് എക്സിന്റെ ലിമിറ്റ്? ഈ കർവിൽ എക്സിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0 to 1 ആണ്. എക്സ് 0 മുതൽ 1 വരെയാണ്. എക്സ് 0 to 1 ആണ്. ഇതൊന്ന് ബ്രാക്കറ്റൊക്കെ ഒന്ന് മാറ്റി അറേഞ്ച് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. 3x സ്ക്വയർ മൈനസ് 8x റൈസ് ടു 4 പ്ലസ് 8x ക്യൂബ് മൈനസ് 12x റൈസ് ടു 4 dx. ഇതാണ് വേണ്ടത്. അപ്പൊ എന്ത് വരും? ഇവിടുന്ന് ആഡ് ചെയ്യാനായിട്ട് ഇതൊന്ന് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇന്റഗ്രൽ 0 to 1 3x സ്ക്വയർ മൈനസ് 8x റൈസ് ടു 4ഉം മൈനസ് 12x റൈസ് ടു 4ഉം കൂടെ മൈനസ് 20x റൈസ് ടു 4 പിന്നെ മിച്ചമുള്ള 8x ക്യൂബ് dx. ഇതാണല്ലോ. ഇനി ഇന്റഗ്രേഷൻ ചെയ്യാം. 3x എന്താണ്? 3x ക്യൂബ് ബൈ 3 മൈനസ് 20x റൈസ് ടു 4ന് 20x റൈസ് ടു 5 ബൈ 5 പ്ലസ് 8x റൈസ് ടു 4 ബൈ 4. ലിമിറ്റ് 0 to 1 ആണ്. 0 to 1 ആണ് ലിമിറ്റ് കൊടുക്കാൻ എളുപ്പമുണ്ട്. 3 വെട്ടി പോകുമ്പോൾ ആദ്യം അവിടെ 1 വരും. അടുത്തെന്താണ്? 20 ബൈ 5 4 വരും പ്ലസ് 8 ബൈ 4 2 വരും. അപ്പോൾ എന്താണ്? -1 എന്നാണ് കിട്ടുന്നത്. അതിന്റെ ആൻസർ കിട്ടി -1 എന്നാണ്. ഇനി ഇതേപോലെ മറ്റേ പോർഷൻ കൂടെ ചെയ്യണം. എന്ത് വരും? മറ്റേ പോർഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഇനി ഏതാണ് വേണ്ടത്? എക്സ് ഈക്വൽ ടു വൈ സ്ക്വയറിലുള്ളത്. അപ്പോൾ ഇതിന്റെ വാല്യൂ -1 കിട്ടി, ഓർത്തിരിക്കണം. അപ്പോൾ ഇന്റഗ്രൽ ഓവർ എന്താണ്? എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ. അടുത്ത ലൈൻ എക്സ് ഈക്വൽ ടു ഈ പോർഷൻ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഇന്റഗ്രൽ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ. ഇതാണ് എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് എന്താണ്? ഡി എക്സ് ഈക്വൽ ടു 2y dy ആണ്. 2y dy ആണ്. ഇനി ഇത്രയും അതിനകത്ത് മാറ്റി കൊടുക്കുക. അപ്പോൾ എന്ത് വരും? ഇന്റഗ്രൽ എക്സ് പറഞ്ഞിടത്തെല്ലാം വൈ സ്ക്വയർ എന്ന് കൊടുക്കുക. ഇവിടെ എക്സ് പറഞ്ഞിടത്തെല്ലാം വൈ സ്ക്വയർ കൊടുക്കുമ്പം 3x സ്ക്വയർ എന്താവും? 3y റൈസ് ടു 4 മൈനസ് 8y സ്ക്വയർ dx എന്താണ്? 2y dy പ്ലസ് 4y മൈനസ് എക്സിന് വൈ സ്ക്വയർ 6y ക്യൂബ് dy എല്ലാം വൈയിലായി. എന്താണ് വൈയുടെ ലിമിറ്റ്?
എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ തിരിച്ചു വരെയാണ്. എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ തിരിച്ചു വരുമ്പോൾ എന്താണ് വൈ എന്ന് പറയുന്നത് 1 to 0 ആണ്. 1 to 0 ലിമിറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കണം. തിരിച്ചാണ് വരുന്നത് 1 to 0. 1ൽ നിന്നും 0 വരെയാണ്. ഇനി ഒന്ന് അറേഞ്ച് ചെയ്ത് തരുമ്പോഴത്തേക്ക് 1 to 0 3y raised to 4 minus 8y square അല്ലെ ബ്രാക്കറ്റ് മാറ്റാമല്ലോ. 2y അകത്ത് കയറ്റുമ്പോഴത്തേക്ക് 6y raised to 5 minus 16y cube plus 4y minus 6y cube dy. അതായത് ഇന്റഗ്രൽ 1 to 0 6y raised to 5 മൈനസ് എത്ര വരും? ഇത് രണ്ടും കൂടെ മൈനസ് 22y ക്യൂബ് മൈനസ് 22y ക്യൂബ് പ്ലസ് 4y എന്നാണ്. പിന്നെ dy ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്താണ്? 6y raised to 5ന് 6y raised to 6 by 6 മൈനസ് 22y ക്യൂബിന് 22y raised to 4 by 4 പ്ലസ് 4y ക്യൂബ് 4y സ്ക്വയർ by 2. ലിമിറ്റ് 1 to 0 ആണ്. അപ്പർ ലിമിറ്റ് എല്ലാം കൊടുക്കുമ്പോൾ 0 ആണ്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എല്ലാം മൈനസ് ആവും. -1 ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ -1, അവിടെ പ്ലസ് 22/4 എന്ന് പറയുന്നത് 11/2, ഇവിടെ -2, ഇത്രയാണ് കിട്ടുന്നത്. അതായത് -3 പ്ലസ് 11/2 ആണ്. നാടിയും എന്ത് വരും? ഇതിനെ -3/1 എന്ന് എഴുതാം. താഴെ 2 വരും. മുകളിൽ എന്താണ്? -6 പ്ലസ് 11 ആണ്. അപ്പോൾ എന്ത് വരും? 5/2 ആണ് കിട്ടുന്നത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് കിട്ടുമെന്ന് നോക്കിയാൽ മതി. ആദ്യം കിട്ടിയത് എന്താണ്? -1 ആയിരുന്നു. ആദ്യം കിട്ടിയത് -1 ആയിരുന്നു. ഇപ്പൊ കിട്ടി എന്താണ്? എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ ചെയ്ത് നോക്കിയപ്പോൾ എന്ത് കിട്ടി? 5/2 എന്ന് കിട്ടി. രണ്ടും കൂടെ നാടി നോക്കിയേ. ഇതിന് -1/1 എന്ന് എഴുതാം. ഇവിടെ 2 വരും. -2 പ്ലസ് 5 ആണ്. അപ്പൊ 3/2 എന്ന് കിട്ടി. ഇതിനല്ലേ നേരത്തെ കിട്ടിയത് അല്ലേ? അപ്പൊ എന്താണ്? നമ്മുടെ ഗ്രീൻസ് തിയറം വെരിഫൈഡ് ആയി കഴിഞ്ഞു. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്തപ്പോഴും നമുക്ക് ഈ 3/2 തന്നെ കിട്ടിയത്. അപ്പൊ എന്താണ്? ഹെൻസ് ഗ്രീൻസ് തിയറം ഈസ് വെരിഫൈഡ്. അതായത് നമുക്ക് ഇത് തന്നെ കിട്ടിക്കഴിഞ്ഞു. ഇന്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് 2dy എന്ന് പറയുന്നത്, ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത്, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ ബൈ ഡി എന്ന് പറയുന്നതും ഈക്വൽ ആയിട്ട് കിട്ടി. അപ്പൊ എന്ത് പറയാം? ഹെൻസ് ഗ്രീൻസ് തിയറം ഈസ് വെരിഫൈഡ്. ഇനി നമുക്കൊരു ബി പാർട്ടും കൂടെ ഉണ്ട്. അതും കൂടെ ചെയ്യണം. ബി പാർട്ട് ഉണ്ടല്ലോ. ഇനി ബി പാർട്ട് എന്താണ് പറയുന്നത്? ബി പാർട്ടിൽ റീജിയൻ വ്യത്യാസമുണ്ട്. റീജിയൻ എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇത് തന്നെയാണ്. ഇന്റഗ്രൽ ഓവർ സി ഇത് തന്നെ കണ്ടുപിടിക്കണം. പിന്നെ എന്താണ്? ഗ്രീൻസ് തിയറം വെരിഫൈ ചെയ്യാൻ തന്നെയാണ്. അതായത് വി ഹാവ് ടു വെരിഫൈ ദാറ്റ് ഇന്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് 2dy ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ ബൈ ഡി. ഇത് മൂന്നും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. റീജിയൻ മാത്രമാണ് മാറ്റാം. റീജിയൻ വരച്ചു നോക്കാം. അത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ്, എക്സ് ഈക്വൽ ടു 0 വൈ ആക്സിസ്. y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിലെ 1ഉം വൈയിലെ 1ഉം കൂടെ പാസ് ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈൻ ആണ്. എക്സിലെ ഒരു പോയിന്റ് 1, വൈയിലെ ഒരു പോയിന്റ് 1, രണ്ടും കൂടെ പാസ് ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈൻ കറക്റ്റ് ആയിട്ട് വരയ്ക്കണം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. അപ്പൊ ഇത് മൂന്നും കൂടെ ബൗണ്ട് ചെയ്ത റീജിയൻ ആണ്. നമ്മുടെ റിക്വയർഡ് റീജിയൻ ഇതാണ്. അല്ലോ, ഇതാണ് റിക്വയർഡ് റീജിയൻ. അപ്പൊ ആദ്യം നമുക്ക് ഈ പാർട്ട് ചെയ്യാം. രണ്ടാമത്തെ പാർട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇന്റഗ്രൽ ഓവർ സി 3x² മൈനസ് 8y² dx പ്ലസ് 4y മൈനസ് 6xy dy. ഇവിടെ നിന്ന് പി എന്താണ്? dxന്റെ കൂടെ വരുന്നതാണ് പി. 3x² മൈനസ് 8y² ആണ് പി. ക്യൂ എന്താണ്? ഡിവൈയുടെ കൂടെ വരുന്ന 4y മൈനസ് 6xy. ഇവിടെ നിന്ന് ഡോ പി ബൈ ഡോ വൈ. ഡോ പി ബൈ ഡോ വൈ എന്ത് വരും? -16y വിത്ത് റെസ്പെക്ട് വൈ ആണ്. അവിടെ നിന്ന് ഡോ ക്യൂ ബൈ ഡോ എക്സ്. ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്ത് വരും? -6y അല്ലേ? അപ്പോഴത്തേക്ക് ഡോ പി ബൈ ഡോ വൈ മൈനസ് ഡോ അല്ലെ തിരിച്ചാണ്. ഇത്രയും നേരത്തെ പോലെ തന്നെയാണ്. ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ എന്താണ്? -6y നിന്ന് -16y കുറയ്ക്കുമ്പോഴത്തേക്ക് 10y എന്ന് കിട്ടും. 10y. ഇനി എന്താണ് വേണ്ടത്? നമ്മുടെ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ അല്ല ഡി വൈ ഡി എക്സ്. ഡി വൈ ഡി എക്സ്. ഡി എക്സ് ഡി വൈ ആയാലും കുഴപ്പമില്ല. ഡി വൈ ഡി എക്സ് ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമുക്ക് ആദ്യം വരയ്ക്കേണ്ടത് വെർട്ടിക്കൽ സ്ട്രിപ്പാണ്. ഡി എക്സ് ഡി വൈ ആണെങ്കിൽ ഹൊറിസോണ്ടൽ സ്ട്രിപ്പാണ് വരയ്ക്കേണ്ടത്. അതിനനുസരിച്ച് ലിമിറ്റ് എടുക്കണം. അതായത് ഡബിൾ ഇന്റഗ്രൽ ഇതെന്താണ്? 10y ആണ്. ഡി വൈ ഡി എക്സ്. അപ്പൊ എന്ത് വേണം? ഒരു സ്ട്രിപ്പ് വരയ്ക്കണം. ആ സ്ട്രിപ്പ് അനുസരിച്ച് ലിമിറ്റ് എടുക്കണം. സ്ട്രിപ്പ് എടുക്കുന്നത് എന്താണ്?
വെർട്ടിക്കൽ സ്ട്രിപ്പാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ലിമിറ്റ് എന്ത് വരും? എക്സ് 0 മുതൽ 1 വരെ ഇങ്ങനെ പാസ് ചെയ്യും അല്ലേ? എക്സ് ആണ് ഫുള്ളായിട്ട് കവർ ചെയ്യണത്. എക്സ് 0 to 1, എക്സ് കണ്ടോ 0 to 1, എക്സ് വേരീസ് ഫ്രം 0 to 1. അതാണ് ഔട്ടർ ലിമിറ്റ്. ഔട്ടർ ലിമിറ്റ് കോൺസ്റ്റന്റ് 0 to 1, അല്ലെങ്കിൽ ഡി എക്സ് ആണ് വെളിയിൽ. അപ്പം എക്സിന്റെ ലിമിറ്റ് ആണ് 0 to 1 ആണ് ഔട്ടർ ലിമിറ്റ്. ഇനി ഇന്നർ ലിമിറ്റ് എന്താണ്? വൈ എന്താണ്? ഈ സ്ട്രിപ്പിന്റെ 2 അറ്റമാണ്. ഇവിടെ y = 0 ആണ്, ഇവിടെ y = 1 - x ആണ്. അപ്പം y 0 മുതൽ 1 - x വരെയാണ് ആ സ്ട്രിപ്പിന്റെ 2 അറ്റവും. താഴത്തെ y = 0 ആണ്, മുകളിൽ y = 1 - x ആണ്. അപ്പോൾ 0 to 1 - x ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യാം. 0 to 1 ഉണ്ട്, ആ 10 വെളിയിലാക്കാം. y ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് y²/2 ആണ്. 0 to 1 - x ആണ്, dx ആണ്. 10/2 വരുമ്പോൾ ഒരു 5 വരും. ഇന്റഗ്രൽ 0 to 1. ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 1 - x the whole square dx എന്ന് വരും. അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഒരു 5 വെളിയിലുണ്ട്. 1 - x the whole square 1 - x the whole cube by 3. പിന്നെ ഈ 1 - x ഡെറിവേറ്റീവായ മൈനസും കൂടെ വരും. ഇതാണ് ലിമിറ്റ് 0 to 1. ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 1 - x the whole square നമ്മൾ x⁻n ന് x⁻n+1/n+1 എഴുതില്ലേ? അതേപോലെ 1 - x the whole square 1 - x the whole cube by 3. പിന്നെ ഈ 1 - x വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവായ മൈനസും കൂടെ വരും. ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് -5/3 വെളിയിലുണ്ട്. അപ്പർ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ 1 - 1 the whole cube 0, ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ 1 വരും. അപ്പോൾ എന്താണ്? നമുക്ക് 5/3 എന്ന് കിട്ടി. ഇനി എന്താണ്? നമ്മുടെ ഈ പോർഷൻ കൂടെ ചെയ്ത് നോക്കും. ഈ പോർഷൻ കൂടെ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് സെയിം ആൻസർ കിട്ടുകയാണെങ്കിൽ എന്ത് പറയാം? ഗ്രീൻസ് തിയറം വെരിഫൈഡ് എന്ന് പറയാം. നമുക്കിനി സെക്കൻഡ് പോർഷൻ ചെയ്ത് നോക്കാം. ഈ സെക്കൻഡ് പോർഷൻ എന്താണ്? ലൈൻ ഇന്റഗ്രൽ. അതായത് ഈ പോർഷൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ രീതിയിൽ. അതായത് ഇവിടെ എന്ത് വരും? ലൈൻ ഇന്റഗ്രൽ ആണ്. ആദ്യം y = 0. എന്ത് പറയുന്നുണ്ട്? പോസിറ്റീവ്ലി ഓറിയന്റഡ് ആണ്, കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്, അതായത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇതാ ഈ 0 നിന്നും 1 പോയിട്ട് തിരിച്ച് മുകളിലോട്ട് വന്നിട്ട് കണ്ട ഇങ്ങനെ വരെയാണ് ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ പോയി മുകളിലോട്ട് ചെന്നിട്ട് താഴോട്ട് വരെയാണ്. ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇന്റഗ്രൽ y = 0 f ഡോട്ട് ഡി ആർ പ്ലസ് ഇന്റഗ്രൽ അടുത്തെന്താണ്? x + y = 1 f ഡോട്ട് ഡി ആർ പ്ലസ് അടുത്തെന്താണ്? ഇന്റഗ്രൽ x = 0 f ഡോട്ട് ഡി ആർ. 3 എണ്ണം വരും. കണ്ടോ? 3 ലൈൻ വരുന്നില്ലേ? അപ്പൊ ഇന്റഗ്രൽ y = 0 f ഡോട്ട് ഡി ആർ, ഇന്റഗ്രൽ x + y = 1 f ഡോട്ട് ഡി ആർ, ഇന്റഗ്രൽ x = 0 f ഡോട്ട് ഡി ആർ. ഇത് 3 സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ നേരത്തെ കിട്ടിയ 5/3 തന്നെ കിട്ടുമോ നോക്കിയാൽ മതി. നേരത്തെ കിട്ടിയ ആൻസർ 5/3 ആണ്. അതായത് ഇന്റഗ്രൽ y = 0 f ഓഫ് ഡി ആർ ചെയ്ത് നോക്കാം. ഇതെന്താണ്? ഇന്റഗ്രൽ y = 0 എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് dy 0 ആണ്. അപ്പൊ എന്ത് വരും? y = f ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞ ഈ സംഭവമാണ്. 3x² - 8y² dx പ്ലസ് 4y - 6xy dy. എന്ത് ചെയ്യണം? yക്ക് എല്ലാം 0 കൊടുക്കണം, dyക്ക് എല്ലാം 0, dy 0. അപ്പൊ ആ ടേം ഇല്ല, yക്ക് 0, അപ്പൊ ഇതും ഇല്ല. ഇന്റഗ്രൽ 3x² dx ആണ്. x മാത്രമേ ഉള്ളൂ. അപ്പൊ എക്സിന്റെ ലിമിറ്റ് എന്താണ്? ഈ y = 0 എക്സിന്റെ ലിമിറ്റ് എന്താണ്? x 0 മുതൽ 1 വരെ വേരി ചെയ്യുന്നു. x 0 മുതൽ 1 വരെ വേരി ചെയ്യുന്നു. അതായത് 3x² എന്താണ്? ഇന്റഗ്രൽ 3x³ ആണ്. 3 വെട്ടിപ്പോയിട്ട് ലിമിറ്റ് 0 to 1 കൊടുക്കുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. ആദ്യത്തെ ആൻസർ ആദ്യത്തെ ആൻസർ 1 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തേക്ക് നോക്കാം. ആദ്യ ആൻസർ 1 ആണ്, ഓർത്തിരിക്കുക. ആദ്യത്തെ ആൻസർ 1. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ ലൈൻ കൊടുക്കാം. x + y = 1. ഇത് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് y = എന്താണ്? y = 1 - x അല്ലേ? ഇവിടെ നിന്ന് x + y = 1 എന്ന് പറഞ്ഞാൽ y = 1 - x അല്ലേ? അപ്പം ഡെറിവേറ്റീവ് എന്താണ്? dy = -dx ആണ്. ഇവിടെ ഒന്ന് മാറ്റി കൊടുക്കാം. y പറഞ്ഞിടത്തെല്ലാം 1 - x കൊടുക്കാം, dy പറഞ്ഞിടത്തെല്ലാം -dx കൊടുക്കാം. അപ്പൊ 3x² - 8y² 8 × 1 - x the whole square ഒരു dx പ്ലസ് 4 yക്ക് 1 - x മൈനസ് 6x × yക്ക് 1 - x പിന്നെ ഒരു dyക്ക് -dx. ഇത്രയും വേണം. ശ്രദ്ധയോടുകൂടി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്താണ് എക്സിന്റെ ലിമിറ്റ്?
ഇതിനകത്തുള്ള എക്സിന് ലിമിറ്റ് എന്താണ്? എക്സ് 1 to 0 ആണ്, തിരിച്ചു പോവുകയാണ്. കണ്ടോ, തിരിച്ചു പോവുകയാണ് ഡയറക്ഷൻ 1 മുതൽ 0 എത്തുകയാണ്. അപ്പം 1 to 0 ആണ് ലിമിറ്റ് നോക്കിക്കൊള്ളുക. അപ്പം ഇൻ്റഗ്രൽ 1 to 0 3x² മൈനസ് 8 ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ എന്താണ്? a മൈനസ് ബിയുടെ ഹോൾ സ്ക്വയർ ആണ്. a² മൈനസ് 2ab മൈനസ് b² ആണ്. അപ്പം ഇങ്ങനെ കിട്ടും. dxന്റെ ലാസ്റ്റ് എഴുതാം. പ്ലസ് ഈ മൈനസ് കൂടെ അകത്ത് കയറി വരും. അപ്പം എന്ത് വരും? ആദ്യം -4, അടുത്ത് -4x, മൈനസ് വരുമ്പോൾ +4x, -6x ആണ്, മൈനസും കൂടെ വരുമ്പോൾ +6x, അടുത്തെന്താണ്? +6x², മൈനസും കൂടെ വരുമ്പോൾ -6x², dx ലാസ്റ്റ് ചെയ്യും. ഇതാണ് സംഭവം. ഇനി ഇവിടെ കൂടെ ബ്രാക്കറ്റ് മാറ്റാനുണ്ട്. ഇൻ്റഗ്രൽ 1 to 0 3x² മൈനസ് 8 പ്ലസ് 16x മൈനസ് 8x² മൈനസ് 4 പ്ലസ് 4x പ്ലസ് 6x മൈനസ് 6x² dx എന്ന് വരും. നോക്കാം. 3x² മൈനസ് 8x² കൂടെ മൈനസ് 5x² മൈനസ് 11x². ശരിയാണ്. ഇന്റഗ്രൽ -11x². അടുത്ത് 16xും 4xും കൂടെ 20x 26x, അതും ശരിയാണ്. പ്ലസ് 26x. ഇനി കോൺസ്റ്റന്റ് എന്താണ്? -8 -4 -12, ശരിയാണ്. dx ലിമിറ്റ് 1 to 0 ആണ്. ഇനി ലിമിറ്റ് കൂടെ കൊടുത്താൽ ഇന്റഗ്രേഷൻ ചെയ്യണം. -11x²ന് 11x³ 3 പ്ലസ് 26x² 2 മൈനസ് 12x 1 to 0 ആണ്. ഈ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അപ്പർ ലിമിറ്റ് 0 ആണ്, അപ്പോൾ ഒരു ടേമും ഇല്ല. ലോവർ ലിമിറ്റ് 1 കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ പ്ലസ് ആണ് 11/3 മൈനസ് 26/2, അതായത് 13/1 13 പ്ലസ് 12. അപ്പോൾ എന്ത് വരും? 11/3 മൈനസ് 1 ആണ്. അപ്പോൾ എന്താണ്? ഇതിനെ 1/1 എന്ന് എഴുതാം. 3 താഴെ വരും. 11 മൈനസ് 3 എന്ന് വരും, അതായത് 8/3. ശരിയാണ് ഇതിന്റെ വാല്യൂ. രണ്ടാമത്തെ വാല്യൂ നമുക്ക് 8/3 എന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ ചെയ്ത് നോക്കാം. സ്വത്തോട് കൂടി ചെയ്താൽ മതി. മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പഴയ ആൻസർ തന്നെ കിട്ടും. ഇനി എന്താണ്? ഒരു പോർഷൻ കൂടെ ഉണ്ട്. x = 0. x = 0 ചെയ്യാൻ എളുപ്പമാണ്. കാരണം എന്താണ്? x = 0 വരുമ്പോൾ dx 0 ആണ്. അപ്പൊ എക്സിനെല്ലാം 0 കൊടുക്കാം, dxനെല്ലാം 0 കൊടുക്കാം. എളുപ്പമല്ലേ? ഈ ടേം ഇല്ല. എക്സിനെല്ലാം 0 കൊടുക്കാം. അപ്പൊ ഇതും ഇല്ല. 4/dy മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് വരും? 4/dy ലിമിറ്റ് എന്താണ്? താഴോട്ട് വരുന്ന ലിമിറ്റ് ആണ്. y യും dy മാത്രമേ ഉള്ളൂ. ഈ ലൈനാണ്. അപ്പൊ എന്താണ്? 1 to 0. അവിടെയും തിരിച്ചാണ് വരുന്നത്. 1 to 0. അപ്പൊ 4y² 1 to 0. അപ്പൊ എന്ത് വരും? നമുക്ക് -2 എന്ന് കിട്ടും ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക്. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ മതി. ഇതല്ലേ നമ്മൾ പറയുന്നത്. ആദ്യത്തേത് നമുക്ക് 1 കിട്ടി, രണ്ടാമത്തേത് 8/3 കിട്ടി, ഇപ്പോഴത്തെ കിട്ടി -2 എന്ന് കിട്ടി. ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 8/3 മൈനസ് 1 ആണ്. അതായത് ഇതെന്താണ്? 3 8 - 3 നമുക്ക് 5/3 തന്നെ കിട്ടി. നേരത്തെ ആൻസർ തന്നെ കിട്ടിയില്ലേ? അപ്പൊ എന്താ പറയാം? ഹെൻസ് ഇന്റഗ്രൽ ഓവർ c pdx പ്ലസ് 2dy ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ c f.dr ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ r ∂q/∂x മൈനസ് ∂p/∂y dA. അപ്പൊ എന്താ പറയാം? ഹെൻസ് ഗ്രീൻസ് തിയറം ഈസ് വെരിഫൈഡ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. യൂസിംഗ് ഗ്രീൻസ് തിയറം ഇവാലുവേറ്റ് ദ ലൈൻ ഇന്റഗ്രൽ. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമ്മുടെ റീജിയൻ എന്താണ്? ഒരു ട്രയാങ്കിൾ ഫോംഡ് ബൈ. ട്രയാങ്കിൾ എന്ന് വരച്ച് നോക്കാം. എക്സ് ആക്സിസ്, വൈ ആക്സിസ് 0 0. അപ്പൊ ആദ്യത്തെ പോയിന്റ് ഒറിജിൻ 0 0. അടുത്ത് π/2 0. π/2 0 എന്താണ്? എക്സ് ആക്സിലെ ഒരു പോയിന്റ് വെറുതെ π/2. π/2 അതാണ് 3.14 എന്നുള്ള പൈ എടുക്കണം. 3.14/2, 0 അതാണ് π/2, 0. അത് മാർക്ക് ചെയ്തിട്ട് π/2, 1 എന്താണ്? ഇതാ കുറച്ച് മുകളിലായിട്ട് π/2, 1
ഇത് മൂന്നും കൂടെ ജോയിൻ ചെയ്യുന്ന ട്രയാങ്കിളാണ്. കണ്ടോ, ഇങ്ങനെ വരും. ഇതും പറയുന്നത് എന്താണ്? പോസിറ്റീവ്ലി ഓറിയന്റഡ്, അതായത് കൗണ്ടർ ക്ലോക്ക് വൈസ്, അതായത് ആന്റി ക്ലോക്ക് വൈസ്. അപ്പം ഡയറക്ഷൻ എന്താണ്? 0 മുതൽ π/2 0 പോയിട്ട് പിന്നെ π/2 1 പോയിട്ട് തിരിച്ച് 0 വരെയാണ്. കണ്ടോ, ആ ഡയറക്ഷൻ വേണം. നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? നമുക്ക് വി ഹാവ് ടു വെരിഫൈ ദാറ്റ് ഇന്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ. ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത് അല്ലേ? അപ്പൊ ആദ്യം നമുക്കിത് പ്രൂവ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഈ പോർഷൻ ചെയ്ത് നോക്കാം. രണ്ടും ഈക്വൽ ആണെന്ന് പറയാം. അപ്പൊ ഇത് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട എന്താണ്? ഇനി ക്വസ്റ്റിന്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് അതാണ് വേണ്ടത്. ഇതാണ് ചെയ്യാനുള്ളത്. ഇവിടെ നിന്ന് പി എന്താണ്? ഇവിടെ നിന്ന് പി എന്ന് പറയുന്നത് ഡി എക്സിന്റെ കൂടെ വരുന്ന വൈ മൈനസ് സൈൻ എക്സ്. ക്യൂ എന്താണ്? ഡി വൈയുടെ കൂടെ വരുന്ന കോസ് എക്സ്. ഡോ പി ബൈ ഡോ വൈ എന്താണ്? ഡോ പി ബൈ ഡോ വൈ 1 ആണ്. ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്താണ്? കോസ് എക്സിന് മൈനസ് സൈൻ എക്സ് അല്ലേ? അപ്പൊ എന്ത് വരും? ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ എന്താണ്? മൈനസ് സൈൻ എക്സ് മൈനസ് 1 ആണ്. മൈനസ് സൈൻ എക്സ് മൈനസ് 1 ആണ്. ഇനി എന്താണ് വേണ്ടത്? നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ. എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ മൈനസ് സൈൻ എക്സ് മൈനസ് 1 ആണ്. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി വൈ ഡി എക്സ് ആണ്. അപ്പൊ ലിമിറ്റ് വേണം. ലിമിറ്റ് എന്താണ്? ഇവിടെ നിന്ന് നമ്മുടെ ഇതാണ് നമ്മുടെ റീജിയൻ. ഇതിനകത്ത് ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് വരയ്ക്കാം. വെർട്ടിക്കൽ സ്ട്രിപ്പ് വരയ്ക്കുമ്പോൾ ഇതേപോലെ വരും. ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് വരയ്ക്കുന്നു. അപ്പൊ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? എക്സ് വേരീസ് ഫ്രം 0 to π/2 ആണ്. എക്സ് വേരീസ് ഫ്രം 0 to π/2. അത് ഔട്ടർ ലിമിറ്റ് ആണ്, വെളിയിൽ കൊടുക്കാം. എക്സ് വേരീസ് ഫ്രം 0 to π/2. വൈ ആണെങ്കിലോ ആ സ്ട്രിപ്പിന്റെ രണ്ടറ്റമാണ്. അപ്പോൾ എന്ത് വേണം? നമുക്ക് അവിടുത്തെ ഇക്വേഷൻ കൂടെ വേണം. അതായത് വൈ വേരീസ് ഫ്രം 0 to അവിടെ എന്താണ്? അവിടുത്തെ എന്താണ്? നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ് 0 ആൻഡ് π/2 1 കൂടെ കണ്ടുപിടിച്ച് നോക്കാം. ഇതിവിടെ കിടക്കട്ടെ. ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ്, ആ ലൈനിന്റെ പേര് അറിഞ്ഞൂടല്ലോ. അതായത് നമുക്ക് ഇത് അറിയാം. ഇതെന്താണ്? ഇതിന്റെ പേര് y = 0 എക്സ് ആക്സിസ്. അതിന്റെ പേര് x = π/2. മറിച്ച് ഇതിന്റെ പേര് അറിഞ്ഞൂടാ. അത് കണ്ടുപിടിക്കാനാണ് ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ്. ആ പോയിന്റ്സ് ഏതൊക്കെയാണ്? 0 ആൻഡ് π/2 0. നമ്മുടെ ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ് x1 x2 ആൻഡ് y1 y2 ഫോർമുല എന്താണ്? x മൈനസ് x1 ബൈ x2 മൈനസ് x1 ഈക്വൽ ടു y മൈനസ് y1 ബൈ y2 മൈനസ് y1 ഈക്വൽ ടു ഇതിൽ കൊടുക്കുമ്പോൾ എന്താണ്? x1 y1 0 0. ഇത് x2 y2. അപ്പൊ എന്താണ്? x മൈനസ് 0 ബൈ π/2 മൈനസ് 0 ഈക്വൽ ടു y മൈനസ് 0 ബൈ 1 മൈനസ് 0. അപ്പൊ എന്ത് വരും? ഇവിടെ നിന്ന് ഒരു 2/πx എന്ന് കിട്ടും. 2/πx ഈക്വൽ ടു y ആണ്. അപ്പൊ അതിന്റെ പേര് കിട്ടി y ഈക്വൽ ടു, ഇതിന്റെ പേര് കിട്ടി y ഈക്വൽ ടു 2x/π. കണ്ടോ? അപ്പൊ എന്താണ് അവിടുത്തെ y എന്താണ്? y എന്ന് പറഞ്ഞാൽ 2x/π ആണ്. y varies from 0 to 2x/π ആണ്. അപ്പൊ 0 to 2x/π ലിമിറ്റ് എല്ലാം കിട്ടിയല്ലോ. ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 0 to π/2 മൈനസിനെ വെളിയിലാക്കാം. ബാക്കി എന്താണ് വരുന്നത്? മനസ്സിലാകത്തോടെ കിട്ടുക. എന്താണ് ഇന്റഗ്രൽ ഓഫ് നമ്മൾ വിത്ത് റെസ്പെക്ട് y ആണ് ചെയ്യണത്. അപ്പൊ മൈനസ് സൈൻ എക്സ് മൈനസ് 1 അപ്പോൾ കോൺസ്റ്റന്റ് ആണ്. yക്ക് എന്ത് വരും? y²/2 ആണ് വരുന്നത്. ലിമിറ്റ് 2x/π കൂടെ കൊടുക്കും. പിന്നെ ഒരു dx കൂടെ ഉണ്ട് അല്ലേ? മൈനസിനെ വെളിയിലാക്കാം. മൈനസും 1/2 കൂടെ 2 കൂടെ വെളിയിൽ പോകുമ്പോഴത്തേക്ക് ഇന്റഗ്രൽ 0 to π/2. ബാക്കി എന്താണ്? സൈൻ എക്സ് പ്ലസ് 1. ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് y² ആണ്. അപ്പൊ 4x²/π². ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പൊ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ആ 4/π² കൂടെ വെളിയിൽ വരുമ്പോഴത്തേക്ക് മൈനസ് 4 വെട്ടുമ്പോഴത്തേക്ക് ഒരു 2
by pi square minus 2 by pi square integral 0 to pi by 2. അതൊന്ന് മാറ്റം എന്ത് വരും? എക്സ് സ്ക്വയർ സൈൻ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. കണ്ടോ, ബ്രാക്കറ്റ് മാറ്റിയപ്പോഴത്തേക്ക് ഇന്റഗ്രൽ 0 to pi by 2 എക്സ് സ്ക്വയർ സൈൻ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഇന്റഗ്രേഷൻ ചെയ്യാം. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതായത് -2 by pi square വെളിയിലുണ്ട്. ഇത് ചെയ്യണമെങ്കിൽ നമ്മുടെ ബെർണോളിസ് തിയറം വേണം. ബെർണോളിസ് തിയറം ആണ് എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ എക്സ് ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് എക്സ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇതിൽ ഒരു എക്സിന്റെ ഇവിടെ തെറ്റിപ്പോയായിരുന്നു. ഇവിടെ എന്താണ്? y സ്ക്വയർ ബൈ 2 വരില്ല. കാരണം ഇവിടെ dy ആണ്. dy അപ്പം y മാത്രമേ വരുള്ളൂ. dy അല്ലേ ഉള്ളൂ. അപ്പൊ ഇന്റഗ്രൽ y ആണ്. അതാണ് അവിടെ ഒരു മിസ്റ്റേക്ക് ആയി തോന്നിയത്. അതായത് dy വരുമ്പോൾ അവിടെ y ആണ് വരുന്നത്. y-യുടെ ലിമിറ്റ് ആണ് 0 to 2x by pi എന്നുള്ളത്. അപ്പൊ എന്ത് വരും? ഇവിടെ ഈ ടേം അല്ല 2x by pi കൂടെ വരും. അപ്പോൾ 2 വെട്ടിപ്പോയിട്ട് -1 by pi square വെളിയിൽ വരും. പിന്നെ ഒരു x കൂടെ അകത്ത് വരുള്ളൂ. അപ്പൊ x sin x പ്ലസ് x ആണ്. ഇനി ഇതിന്റെ ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത് കണ്ടോ. അപ്പൊ ഇവിടെ വെളിയിലൊരു -1 by pi square മാത്രമേ ഉള്ളൂ. എന്താണ് x sin xന്? x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് കോസ് എക്സിന് വെറും സൈൻ എക്സ് പ്ലസ് എക്സിന് എക്സ് സ്ക്വയർ ബൈ 2 ലിമിറ്റ് 0 to pi by 2. ഈ ലിമിറ്റ് കൂടെ കൊടുക്കാം. അപ്പോൾ -1 by pi square വെളിയിലുണ്ട്. ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് -pi by 2 cos pi by 2. cos 90 എന്താണ്? cos 0 ആണ് 1, cos 90 0 ആണ്. അപ്പോൾ ആ ടൈം ഇല്ല. മൈനസ് സൈൻ pi by 2. സൈൻ pi by 2 1 ആണ്. സൈൻ pi by 2 1 ആണ്. പ്ലസ് pi square by 4 by 2 pi square by 8 എന്ന് വരും. അപ്പോൾ ഇത് 1 ആണ്. അപ്പോൾ -1 by pi squareഉം പിന്നെ എന്ത് വരും? -1 പ്ലസ് pi square by 8 എന്നും കൂടെ വരും. രണ്ടും കൂടെ ഒന്ന് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? -1 by pi square വെളിയിലുണ്ട്. എന്നിട്ട് ആഡ് ചെയ്യുമ്പോൾ 8 താഴെയാണ്. -8 പ്ലസ് pi square. അതായത് ഈ മൈനസ് അകത്ത് കയറ്റുമ്പോഴത്തേക്ക് 8 മൈനസ് pi square by 8 pi square എന്ന് വരും. ഇതാണ് കിട്ടുന്നത്. ഇവിടെ ഒരു പ്രശ്നം വന്നു. ഇവിടെ ഡെറിവേറ്റീവ് എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് 1 ഇൻറ്റു മൈനസ് കോസ് എക്സിന് കോസ് എക്സിനാണ് സൈൻ എക്സ് മൈനസ് കോസ് എക്സിന് മൈനസ് സൈൻ എക്സ്. അപ്പോൾ അവിടെ പ്ലസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ പ്ലസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ പ്ലസ് വരും. അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ? എന്താണ്? ഇതിന്റെ മൈനസ് ഓഫ് എന്ന് വരും. ഇതാണ് ആൻസർ. മൈനസ് ഓഫ് pi square പ്ലസ് 8 by അതുപോലെ ഇവിടെയും ഒരു എറർ വന്നായിരുന്നു. നമുക്കിവിടെ y square by 2 വന്നപ്പോഴാണ് -1 by 2 വെളിയിലെടുത്തത്. അപ്പോൾ -1 by 2 ഇല്ല വെളിയിൽ. അപ്പോൾ എന്താണ്? ഈ 2 by pi ആണ് വെളിയിൽ വരാൻ പോണത്. ആ 2 by pi ആണ് വെളിയിൽ വരാൻ പോണത്. ഒരു മൈനസ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ -2 by pi ആണ് വെളിയിൽ. -2 by pi -2 by pi -2 by pi. അപ്പോൾ എന്ത് വരും? ഇവിടെ -2 by pi എന്ന് വരും. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് 4 pi എന്ന് വരും. ഇതാണ് ആൻസർ. -8 പ്ലസ് pi square by 4 pi. ശരിയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ലൈൻ ഇന്റഗ്രൽ വെച്ചിട്ട് y = 0യുടെയും x = pi by 2ന്റെയും y = 2x by piന്റെയും പ്രത്യേകിച്ച് കണ്ടുപിടിച്ച് അത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വീണ്ടും ഈ ആൻസറിനെ കിട്ടുമോ നോക്കണം. നമ്മുടെ ആൻസർ ഇവിടെ ഉണ്ട്. എന്താണ് വേണ്ടത്? നമുക്ക് ഡയറക്റ്റ് ചെയ്ത് നോക്കാം. ഇന്റഗ്രൽ ഓവർ c f dot dr. ഇന്റഗ്രൽ ഓവർ c f dot dr എന്ന് പറയുന്നത് ഇന്റഗ്രൽ ആദ്യം y = 0 എടുക്കും.
y ഈക്വൽ ടു 0 എഫ് ഡോട്ട് ഡി ആർ പ്ലസ് അടുത്തെന്താണ് ഇന്റഗ്രൽ എക്സ് ഈക്വൽ ടു പൈ ബൈ 2 ഇന്റഗ്രൽ എക്സ് ഈക്വൽ ടു പൈ ബൈ 2 എഫ് ഡോട്ട് ഡി ആർ പ്ലസ് അടുത്തെന്താണ് ഇന്റഗ്രൽ y ഈക്വൽ ടു 2x ബൈ പൈ y ഈക്വൽ ടു 2x ബൈ പൈ എഫ് ഡോട്ട് ഡി ആർ. ഇതാണ് പ്രത്യേകം ചെയ്ത് നോക്കാം. ഇന്റഗ്രൽ y ഈക്വൽ ടു 0 എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ y 0 ആണെങ്കിൽ ഡെറിവേറ്റീവ് dy യും 0 എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. y മൈനസ് സൈൻ എക്സ് ഡി എക്സ് പ്ലസ് കോസ് എക്സ് ഡി വൈ. ഇതാണ് yക്ക് 0 dy ക്ക് 0 dy ക്ക് 0 ഡി ടൈം ഇല്ല yക്ക് 0. അപ്പൊ എന്ത് മാത്രമേ ഉള്ളൂ? ഇന്റഗ്രൽ മൈനസ് സൈൻ എക്സ് ഡി എക്സ് മാത്രമേ ഉള്ളൂ. എക്സും ഡി എക്സും മാത്രമേ ഉള്ളൂ. എന്താണ് എക്സിന് ലിമിറ്റ്? 0 മുതൽ പൈ ബൈ 2 വരെ 0 ടു പൈ ബൈ 2. എന്താണ് മൈനസ് സൈൻ എക്സിന്റെ ഇന്റഗ്രൽ? വെറും കോസ് എക്സ് അല്ലേ? വെറും കോസ് എക്സ് ആണ്. കോസ് എക്സ് 0 ടു പൈ ബൈ 2. അപ്പൊ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? കോസ് പൈ ബൈ 2 മൈനസ് കോസ് 0. കോസ് 0 1 ആണ്, പക്ഷേ കോസ് പൈ ബൈ 2 0 ആണ്. 0 മൈനസ് 1 ആണ്. നമുക്ക് ആൻസർ -1 എന്ന് കിട്ടി. ഒരു ആൻസറാണ് കിട്ടിയത്, -1. രണ്ടാമത്തേക്ക് നോക്കാം. രണ്ടാമത്തത് എക്സ് ഈക്വൽ ടു പൈ ബൈ 2വിന് എക്സ് പൈ ബൈ 2 ആണെങ്കിൽ ഡെറിവേറ്റീവ് ഡി എക്സ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഡി എക്സ് പറയുന്നത് 0 കൊടുക്കുമ്പോൾ ഈ ടൈം ഇല്ല, ഫസ്റ്റ് ടൈം ഇല്ല. എക്സിന് പൈ ബൈ 2 കൊടുക്കാം. ഇന്റഗ്രൽ കോസ് പൈ ബൈ 2 ഡി വൈ. ഇതല്ലേ? എന്താണ് കോസ് പൈ ബൈ 2? കോസ് 90 0 ആണ്. കോസ് 90 0 ആണ്. ആൻസർ എളുപ്പത്തിൽ കിട്ടി, 0 എന്ന് കിട്ടി. ഇനി ഒരു ടൈം, അപ്പോൾ രണ്ടാമത് 0. മൂന്നാമത് എന്താണ്? y ഈക്വൽ ടു 2x ബൈ പൈ. y 2x ബൈ പൈ ആണെങ്കിൽ ഡെറിവേറ്റീവ് എന്താണ്? dy ഈക്വൽ ടു 2 ബൈ പൈ എക്സിന് dx ആണ്. അപ്പം y പറഞ്ഞെടുത്ത് എല്ലാം 2x ബൈ പൈ കൊടുക്കാം. ഇന്റഗ്രൽ y പറഞ്ഞെടുത്ത് 2x ബൈ പൈ മൈനസ് സൈൻ എക്സ് dx പ്ലസ് കോസ് എക്സ് dy ക്ക് 2 ബൈ പൈ dx. എക്സും ഡി എക്സ് മാത്രമേ ഉള്ളൂ. എന്താണ് എക്സ് ലിമിറ്റ്? തിരിച്ചു വരികയാണ്. ഇതാണ് പൈ ബൈ 2 ടു 0 ആണ്. പൈ ബൈ 2 ടു 0 ആണ്. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ പൈ ബൈ 2 ടു 0 2 ബൈ പൈ എക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ് 2 ബൈ പൈ കോസ് എക്സ് ഡി എക്സ്. ഇത്രയും വരും. ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെന്താണ്? 2 ബൈ പൈ എക്സിന് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് സൈൻ എക്സ് എന്താണ്? മൈനസ് സൈൻ എക്സിന് കോസ് എക്സ് മൈനസ് സൈൻ എക്സിന് പ്ലസ് കോസ് എക്സ്. അടുത്ത് 2 ബൈ പൈ കോസ് എക്സിന് വെറും സൈൻ എക്സ് ഡി എക്സ് കഴിഞ്ഞല്ലോ. നമ്മുടെ ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് എന്താണ്? പൈ ബൈ 2 ടു 0 ആണ്. അപ്പൊ ഈ 2 ടു വെട്ടിപ്പോകും. അപ്പർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ എല്ലാം 0 ആണ്. ഈ കോസ് 0യുടെ വാല്യൂ മാത്രമുണ്ട്. കോസ് 0ക്ക് ഒരു 1 വരും. അപ്പൊ ഇവിടെ എന്താണ് കിട്ടുന്നത്? ഇവിടെ അപ്പർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ ഈ ടൈം ഇല്ല, പക്ഷെ കോസ് 0 1 ആണ്. ഈ ടൈം സൈൻ 0 0 ആയിട്ടില്ല. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് വരും? 1 ബൈ പൈ ഇൻറ്റു പൈ സ്ക്വയർ ബൈ 4 ആണ്. ആ പൈ സ്ക്വയർ ബൈ 4 പൈ എന്ന് കിട്ടും. അടുത്ത് വരുന്നത് മൈനസ് കോസ് പൈ ബൈ 2. അടുത്ത് മൈനസ് 2 ബൈ പൈ സൈൻ പൈ ബൈ 2 എന്ന് കിട്ടും. കോസ് പൈ ബൈ 2 കോസ് 90 0 ആണ്. സൈൻ 90 1 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1 മൈനസ് പൈ ബൈ 4 മൈനസ് 2 ബൈ പൈ എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ കിട്ടി 1 മൈനസ്. ഇതെന്താണ്? ആ മൂന്നാമത്തെ ആൻസർ മാത്രമാണ്. ഇനി ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ പഴയ ആൻസർ കിട്ടിയാൽ മതി. മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താണ്? ആദ്യത്തെ ആൻസർ -1 ആണ്. രണ്ടാമത്തെ ആൻസർ 0 ആണ്. മൂന്നാമതാണ് 1 മൈനസ് പൈ സ്ക്വയർ മൈനസ് 8 ബൈ 4 പൈ. ഇവിടെ എന്താണ്? -1ഉം 1ഉം വെട്ടിപ്പോയിട്ട് ബാക്കി മൈനസ് പൈ സ്ക്വയർ മൈനസ് 8 ബൈ 4 പൈ എന്ന് കിട്ടും. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ നേരത്തെ കിട്ടിയ ആൻസർ. അപ്പൊ എന്ത് പറയാം? ഗ്രീൻസ് തിയറം ഈസ് വെരിഫൈഡ്. പഴയ ആൻസർ ഞാൻ കിട്ടിയില്ലേ?
അപ്പം ഗ്രീൻസ് തിയറം ഈസ് വെരിഫൈഡ്. ഓക്കെ, താങ്ക് യു.